ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സേമിയ വെച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ്. വെറും 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സേമിയ ഫ്രൂട്ട് കസ്റ്റർഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആണെങ്കിൽ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി സേമിയ കസ്റ്റർഡ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി വെച്ച് ചൂടാക്കുക. അതിലേക്ക് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരണം. അപ്പോൾ ഒത്തിരി പാൽ വറ്റിയൊന്നും പോകണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഈ സേമിയ പാൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. ഇപ്പോൾ സേമിയൊക്കെ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു സേമിയ കസ്റ്റർഡിലേക്ക് നമുക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് ഈ കസ്റ്റർഡ് പൗഡർ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കസ്റ്റർഡ് മിക്സ് പാലിലേക്ക് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കുറുകി വന്നാൽ മതി. ഇതുപോലൊന്ന് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒത്തിരി കുറുകി പോയി കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി കട്ടിയായി പോകും തണുക്കുമ്പോൾ. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തണുക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ സേമിയ കസ്റ്റർഡ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നു. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകി പോകാതെ നോക്കണം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാതളവും കുറച്ച് ആപ്പിൾ അരിഞ്ഞതും കുറച്ച് പഴം അരിഞ്ഞത്, അതുപോലെ തന്നെ മുന്തിരി അരിഞ്ഞത്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ കസ്റ്റർഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. സേമിയ കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ആപ്പിളും പോമോഗ്രാനേറ്റും അതുപോലെ തന്നെ ഗ്രേപ്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് അരിഞ്ഞത്. ഞാനിവിടെ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന സേമിയ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡിയായി. ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ കസ്റ്റർഡിലേക്ക് ഇറങ്ങും. അപ്പോൾ കസ്റ്റർഡ് പൗഡറൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്